ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം നടത്തിയപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് നടത്തിയത്. പക്ഷേ രണ്ടാമത്തെ ദിവസം അദ്ദേഹം അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ലീഗിനെതിരെയാണ് എന്ന് മുസ്ലിം ലീഗ് എന്നുള്ള പേരെടുത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. അത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഡോഴ്സ് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു എൻഡോഴ്സ്മെന്റ് ആയിട്ടാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് ലീഗിനെതിരെ അല്ലെങ്കിൽ ലീഗിലെ സമ്പന്നർ മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് പിണറായി വിജയനും ഇന്ന് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. ഇതിനി പ്രതികരിക്കേണ്ടത് മുസ്ലിം ലീഗാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? വെള്ളാപ്പള്ളി നടേശനെ തുറന്നെതിർത്തതുപോലെ, വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലമൊന്നും കത്തുന്നത് ഇതുവരെ കണ്ടില്ല. എന്തേ മുസ്ലിം ലീഗിന് അതിനുള്ള ധൈര്യമില്ലേ? മുസ്ലിം ലീഗ് അതിൽ തൊട്ടിട്ടില്ലല്ലോ, മുസ്ലിം ലീഗ് മിണ്ടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ. പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് 4:30 മുതൽ ഏകദേശം 4:30-5 മണി സമയത്താണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇത്രയും നേരമായല്ലോ, ഇതുവരെ കോലമൊന്നും കത്തിയില്ല. വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരൊക്കെ ഇറങ്ങി കോലം കത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് കോലം കത്തുന്നതൊന്നും എന്തായാലും കണ്ടിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റേത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ രംഗത്ത് വന്നു എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വാചകം. അത് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് നിലവിലുള്ള യാഥാർത്ഥ്യം എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ പരം ഒരു എൻഡോഴ്സ്മെന്റ് വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം BJP വന്ന് പിന്തുണയ്ക്കുന്നത് പോലെയല്ല നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി വന്ന് പിന്തുണയ്ക്കുന്നത്.